കുന്നിക്കോട് അടുക്കളവാതിൽ കുത്തിത്തുറന്ന് പണമടങ്ങിയ ബാഗ് കവർന്നു. കാവൽപുര മദ്രസയ്ക്ക് സമീപം തൗഫീഖ് മൻസിലിൽ താജുദ്ദീന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ജമാഅത്തിന്റെ വിവിധ ഇനത്തിലുള്ള പ്രതിമാസ പിരിവുകൾ നടത്തുന്ന ആളാണ് താജുദ്ദീൻ. ബാഗിൽ 2000 രൂപ ഉണ്ടായിരുന്നതായി താജുദ്ദീൻ പറഞ്ഞു. നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതുപോലെ സംഭവം നടന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം രാവിലെ വെളുപ്പിന് അവിടെ വീട് ബ്രേക്ക് ചെയ്തേക്കാണ്. ചെറിയൊരു മട്ടാസ് പോലുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് ഡോർ ബ്രേക്ക് ചെയ്ത് അകത്തേറിയാണ്. അകത്തേറുന്ന ബാഗ് എടുത്ത് പുറത്ത് വന്നിട്ട് ബാഗിലുള്ള തുക കൊണ്ടുപോവുകയാണ്. അന്ന് ആൾ ഉണർന്നത് കൊണ്ട് മറ്റ് രീതിയിലുള്ള മോഷണം ഒന്നും നടന്നില്ല. അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. കാരണം ഇപ്പം രണ്ടാമത്തെ സംഭവമാണ്. ഒരു മാസം മുമ്പ് നല്ലാണിക്കൽ ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു ബ്രേക്ക് ചെയ്താണ് കുരുമുളക് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന കുരുമുളക് കൊണ്ടുപോയ അതേ രീതിയിലുള്ള സമാന സ്വഭാവമുള്ള ഒരു മോഷണ സംഭവമാണ് നടന്നേക്കുന്നത്. താജുദ്ദീന്റെ ഭാര്യ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ കൊളുത്തുകൾ ഇടാതിരുന്ന ജനൽപ്പാളി മെല്ലെ തുറന്ന് ഒരാൾ ബാഗ് വീട്ടിനകത്തേക്ക് തിരികെ ഇടുന്നത് കണ്ടതോടെ ബഹളമായി. അപ്പോഴാണ് അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. പണം എടുത്ത ശേഷം ബാഗ് തിരികെ ഇടുകയായിരുന്നുവെന്ന് കരുതുന്നു. കിണർ പണിക്കും മറ്റും ഉപയോഗിക്കുന്ന കട്ട മഴു ഉപയോഗിച്ചാണ് വാതിൽ തുറന്നതെന്ന് കരുതുന്നു. മഴു സംഭവസ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വലിയ തുക ബാഗിലുണ്ടാകുമെന്ന് അറിയുന്ന വ്യക്തിയാണ് മോഷ്ടാവെന്ന് താജുദ്ദീൻ പറയുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് പിൻവാതിൽ കടന്നു കയറി വലിയൊരു മാരകമായിട്ടുള്ള മട്ടാസ് ഉപയോഗിച്ച് കതകിന്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറി ഈ കളക്ഷൻ ബാഗ് മാത്രം ഉദ്ദേശിച്ച് വന്ന കള്ളനാണ്. കാരണം കളക്ഷൻ ബാഗ് എടുക്കുകയും എന്നാൽ പരിസരത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ പുറത്തു പോയി കളക്ഷൻ ബാഗിൽ നിന്നും കളക്ഷൻ എടുത്തിട്ട് ബാഗ് തിരികെ ജനലിന്റെ വിടവിലൂടെ കുത്തിക്കയറ്റുന്ന സമയത്ത് വീട്ടുകാർ ഉണരുകയും ഒരാളിരുന്ന് ഇങ്ങനെ ബാഗ് തിരികെ കയറ്റുന്നതായി കാണുകയും ബഹളം ഉണ്ടാക്കുകയും അപ്പോൾ ഞങ്ങളെല്ലാം ഉണർന്ന് ബഹളം വെക്കുകയും അയൽക്കാരെ എല്ലാം വിളിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്ത സമയത്തിനുള്ളിൽ മോഷ്ടാവ് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടുതൽ പണം ലഭിച്ചെങ്കിലും അത് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. വീടിനകത്ത് ഉറങ്ങിക്കിടന്ന 3 കുട്ടികളുടെ ദേഹത്ത് ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ബാഗ് മാത്രമാണ് മോഷ്ടാവ് ലക്ഷ്യമിട്ടതെന്ന് കരുതുന്നു. കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.